കയ്യിലെ എണ്ണക്കുപ്പി മാറ്റിവെച്ച് മീര തൻ്റെ മുഖത്തെ വിയർപ്പ് തുള്ളികൾ തുടച്ചു നീക്കിക്കൊണ്ട് ഒളിച്ചു നിന്നു. ഫോൺ വിളിച്ച് എന്തോ പറഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന വാസുദേവനെ കണ്ടവളുടെ കണ്ണുകളൊന്ന് തിളങ്ങി. ആ സ്റ്റെപ്പിൽ കിടന്ന എണ്ണയിൽ തെന്നി താഴേക്കുരുണ്ട് വീണ വാസുദേവൻ വലിയ വായിൽ അലറിക്കരഞ്ഞുപോയി. അത് കണ്ടതും മീര പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എന്തായാലും തന്ത വീണ വിവരം അറിഞ്ഞാൽ കാശേട്ടൻ ഹണിമൂണെല്ലാം കഴിഞ്ഞ് നേരത്തെ വരുമല്ലോ, അതാ എനിക്കും വേണ്ടത്. മീര പറഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് കയറി പമ്മി നിന്നു. ആ സമയം അയാളുടെ ശബ്ദം കേട്ട് രാധയും നീരജുമൊക്കെ വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന വാസുദേവനെ പിടിച്ച് പൊക്കി കാറിലേക്ക് കയറ്റുന്നതും അവൾ നോക്കി നിന്നു. രാവിലെ തുമ്പിയുടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ അല്പം ലേറ്റായിരുന്നു. കാറിൽ കയറിയിട്ടും ചൈത്തുവിൻ്റെ തോളിൽ ചാരി ഉറങ്ങുന്ന തുമ്പിയെ മിറർ വഴി നോക്കി കാശി ഒരു ദീർഘശ്വാസം എടുത്തു. ചൈത്തുവാണെങ്കിൽ തുമ്പിയെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ചൈതന്യയുടെ മുഖത്ത് തുമ്പിയോടുള്ള വാത്സല്യം നിറഞ്ഞു നിൽക്കുന്ന കണ്ടതും കാശിക്ക് നെഞ്ചിൽ വല്ലാത്ത നീറ്റൽ തോന്നി. എന്തൊക്കെയാണെങ്കിലും അവൾക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റാത്തതിൽ ആൾക്കൊത്തിരി സങ്കടമുണ്ട്. പക്ഷെ അതിന് തനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും ചൈത്തുവിൽ നിന്നുള്ള നോട്ടം മാറ്റി ഡ്രൈവിങ്ങിൽ ശ്രദ്ധ തിരിച്ചു കാശി. ഇവിടെ നിർത്തിക്ക് കാശിയേട്ടാ, ഇനിയിപ്പോൾ കഴിച്ചിട്ട് പോകാം. വഴിയോരത്ത് കണ്ട ഒരു കടയുടെ മുൻപിൽ എത്തിയതും പുറകിലിരുന്ന തുമ്പിയുടെ ഒച്ച ഉയർന്നു കേട്ടതും അവൾ ഇത്ര വേഗം ഉണർന്നു എന്ന ചിന്ത അവൻ തിരിഞ്ഞു നോക്കി. പ്ലീസ് കാശിയേട്ടാ, എനിക്ക് വിശന്നിട്ടാ. വയറിൽ കൈ മുറുക്കെ പിടിച്ച് ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പറയുന്നവളെ നോക്കി വേണ്ടെന്ന് പറയാൻ അവനും തോന്നിയില്ല. ഒന്നമർത്തി മൂളി അവിടെ വണ്ടി നിർത്തുമ്പോൾ ആദ്യം ഇറങ്ങി ഓടിയതും ഓർഡർ കൊടുത്തതുമെല്ലാം തുമ്പിയായിരുന്നു. അവളിത് നോക്കി കോഫി, കണ്ണ് തെറ്റിയല്ലേ ഇവിടെ ചെന്ന് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. ഞാനിതൊന്ന് ഒതുക്കിയിട്ടിട്ട് വരാം. തുമ്പിയെ നോക്കി കാശി പറഞ്ഞു കേട്ടതും അഫി ചിരിയോടെ ഇറങ്ങി അവളെ അടുത്തേക്ക് നടന്നു. കൂടെ ബാക്കിയുള്ളവരെ നോക്കാനും അവൻ മറന്നില്ല. കാശി വണ്ടിയെല്ലാം ഒതുക്കി വരുമ്പോൾ തുമ്പി ഓർഡർ ചെയ്തതെല്ലാം മുൻപിൽ നിറഞ്ഞിരുന്നു. അതിൽ നിന്നവൾ വളരെ സന്തോഷത്തോടെ കഴിച്ചു തുടങ്ങുന്നത് നോക്കിക്കൊണ്ടാണ് അവൻ അവളുടെ അടുത്തായിരുന്നത്. കഴിക്ക് കാശിയേട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ട്. തുമ്പി പറഞ്ഞുകൊണ്ട് അവന് മുന്നിലേക്ക് ഒരു പ്ലേറ്റ് നീക്കി വെച്ചു. അത് കഴിക്കാൻ നേരമാണ് കാശിയുടെ ഫോൺ റിങ് ചെയ്തത്. നീരജിൻ്റെ കോൾ അങ്ങനെ തന്നെ ഫോണിൽ വരാത്തത് കൊണ്ട് തന്നെ അവന് സംശയിച്ചുകൊണ്ടാണ് കോൾ എടുത്തത്. അളിയ, അച്ഛന് സ്റ്റെപ്പിൽ നിന്നും വീണു. ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തേക്കുക. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. നീരജ് പറഞ്ഞു കേട്ടതും കാശി ഒന്ന് ഞെട്ടിയിരുന്നു. അച്ഛനിപ്പോൾ? കാശി പതിയെ ചോദിച്ചതും അവന് നേരെ തുമ്പിയുടെ കൈ നീണ്ടുവന്നു. കഴിക്ക്, നല്ല രുചി. കണ്ണു വിടർത്തി പറയുന്നുള്ള സ്നേഹം കാണാതിരിക്കാൻ അവനുമായില്ല. ചുണ്ടിൽ വിരിഞ്ഞ ചെറുചിരിയോടെ അത് വാങ്ങി കഴിക്കുമ്പോൾ തൊട്ടു മുൻപ് മനസ്സിൽ നാമിട്ട കുഞ്ഞുവേദന എവിടെയോ പോയി എന്ന് ചിന്തിക്കാനും അവൻ മറന്നില്ല. ഞാൻ വരാം. കാശി അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. പിന്നെ സന്തോഷത്തോടെ കഴിക്കുന്ന ചൈതന്യം ഒന്ന് നോക്കി. അച്ഛൻ്റെ കാര്യം ഇവളോട് പറഞ്ഞാൽ ഇപ്പോഴെ കരച്ചിൽ തുടങ്ങുമെന്ന് അവൻ അറിയാവുന്നത് കൊണ്ട് തന്നെ അപ്പം കാശി ആരോടും ഒന്നും മിണ്ടിയില്ല. കണ്ണുകളടച്ച മുന്നിലുള്ളവന് വിധിയായിട്ടിരിക്കുമ്പോൾ മീരയുടെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയായിരുന്നു. എന്തൊക്കെയോ നേടിയെടുക്കാൻ പോകുന്നത് പോലെ. കഴിഞ്ഞു മേഡം, മുന്നിലുള്ളവൻ പറഞ്ഞു കേട്ടതും മീര പതിയെ കണ്ണുകൾ തുറന്നു. അവൾക്ക് നേരെ നീട്ടിപ്പിടിച്ച മിറൽ നോക്കിയതും മീരയുടെ കണ്ണുകളൊന്ന് തിളങ്ങി. അവളുടെ ഇളനെഞ്ചിൽ കാശിയുടെ മുഖം. അതിൽ നിന്ന് വിരൽ ഓടിച്ചുകൊണ്ട് മീര മനോഹരമായി നിന്ന് പുഞ്ചിരിച്ചു. കാശിയുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ തയ്യാറായിക്കോ തുമ്പി നീ, അല്ലെങ്കിൽ നിന്നെ ഒഴിപ്പിക്കാൻ എനിക്കറിയാം. മീര കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു. അവർക്ക് പൈസ കൊടുത്ത് മീര പുറത്തിറങ്ങിയതും അവളുടെ ഫോട്ടോ ഒരു ഫോണിൽ പതിഞ്ഞിരുന്നു. മീര അവിടെ നിന്നും ഇറങ്ങിയത് കണ്ടതും അയാൾ ആ ടാറ്റു സ്റ്റുഡിയോയിൽ ഒന്ന് കയറി. അവിടെ നിന്നും എന്തൊക്കെയോ സംസാരിച്ച് ഫോട്ടോയും എടുത്ത് ഏതൊരു നമ്പറിൽ അയച്ചു കൊടുത്തു. ഇതിപ്പോൾ എന്താവോ? തുമ്പി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്ലേറ്റ് കാശിക്ക് നേരെ നീക്കി വെച്ചുകൊണ്ട് തൻ്റെ ഫോൺ എടുത്തു. ആ പറഞ്ഞു. കാശിക്ക് നേരെ കണ്ണ് കാണിച്ച് വാ തുറക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അവൾ പറഞ്ഞു. അവളെ നോക്കിയൊന്ന് കണ്ണ് ഉരുട്ടിക്കൊണ്ട് കാശി അവൾക്ക് അല്പല്പമായിട്ട് ഭക്ഷണം പിച്ചി കൊടുക്കുന്നുണ്ട്. ഓ എൻ്റെ ചേട്ടാ, അവൾ ടാറ്റു അടിക്കാൻ പോകുമ്പോൾ ഒന്നും നിങ്ങൾ പോവണ്ട. സംശയാസ്പദമായി എന്തെങ്കിലും കണ്ടാലോ കേട്ടാലോ എന്നെ ഇൻഫോം ചെയ്താൽ മതി. മറുവശം പറഞ്ഞ കാര്യം കേട്ടതും തുമ്പി തന്നെ തലയിന്ന് കുലുക്കിക്കൊണ്ട് പറഞ്ഞു. അതല്ല മേഡം. തുമ്പി ഫോൺ കട്ട് ചെയ്യാൻ നിന്നതും മറുവശം പറഞ്ഞു കേട്ടതും അവൾ കാതു കുറിപ്പിച്ചു. ഉറപ്പാണോ? ആ ഫോട്ടോ നിങ്ങൾ കണ്ടതാണോ? തുമ്പിയുടെ നീലക്കണ്ണ് ചുവന്ന് വരുന്ന കാണി കാശി അവളെ ഒന്ന് നോക്കി പുരികമുയർത്തി. അത് കാണി ഒന്നുമില്ലെന്ന് കണ്ണ് ചിമ്മിക്കണ്ട് അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ വാട്സാപ്പ് നോക്കാം. എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറയാം. തുമ്പി അത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തുകൊണ്ട് വേഗം വാട്സാപ്പ് ഓപ്പൺ ആക്കി. അതിൽ കാശിയുടെ മുഖം മീരയുടെ നെഞ്ചിൽ ടാറ്റ് ചെയ്യുന്ന വീഡിയോ. അത് കാണി ഫോണിൽ പിടി മുറുക്കി അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു. തുമ്പി, എന്താ മോളെ കണ്ണൊക്കെ ഇങ്ങനെ ചുവന്ന് കയറിയത്? എന്താ? ഒന്നുമില്ല ചേച്ചി, കണ്ണ് വല്ലാതെ ചൊറിയുന്നു.
കണ്ണ് തുറന്ന് തുമ്പിയെ ഒന്ന് നോക്കിക്കൊണ്ട് ചൈത്തു ചോദിച്ചതും അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. കാശി പക്ഷേ തുമ്പിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മതി കാശിയേട്ടാ, നിറഞ്ഞു. തനിക്ക് നേരെ ഭക്ഷണം നീട്ടിയ കാശിയെ തടഞ്ഞുകൊണ്ട് തുമ്പി പതിയെ അവിടെ നിന്ന് എഴുന്നേറ്റു. കൈയും വായും എല്ലാം കഴുകി മുഖത്തേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ മീരയോട് തോന്നുന്ന ദേഷ്യം എങ്ങനെ തീർക്കണമെന്ന ചിന്തയിലായിരുന്നു അവൾ. പന്ന. തുമ്പി കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് പല്ലിനിടയിൽ വെച്ച് പിറുപിറുത്തു. എന്തുപറ്റി? തുമ്പിയുടെ തോളിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു നിർത്തിക്കൊണ്ട് കാശി ചോദിച്ചതും അവൾ നീലക്കണ്ണൊന്ന് നിറഞ്ഞു. എന്താടാ? അവളുടെ നിറഞ്ഞ കണ്ണ് കണ്ടവൻ അവളെ കവിളുന്ന് കൈ ചേർത്തു. എനിക്ക് ടാറ്റു അടിക്കാൻ പേടിയാ. തുമ്പി നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു കേട്ടതും കാശിയുടെ പുരികമൊന്ന് ചുളിഞ്ഞു. ടാറ്റു ചെയ്യാൻ പേടിയോ? അതിന് നിന്നോടാരാ ഇപ്പം ടാറ്റു ചെയ്യാൻ പറഞ്ഞത്? കാശിയുള്ള നിറഞ്ഞ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അല്ല, കാശിയേട്ടൻ്റെ ഫോട്ടോ ഒക്കെ ഞാൻ ടാറ്റു അടിച്ചാൽ എന്നുള്ള സ്നേഹം ഒത്തിരി കൂടില്ലേ, അതാ അങ്ങനെ പറഞ്ഞേ. പക്ഷേ എനിക്ക് പേടിയാ. അവൾ നനഞ്ഞ കൈ അവൻ്റെ നെഞ്ചിൽ തുടച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും കാശി അവളെ നോക്കി കണ്ണുരുട്ടി. നിന്റെ കണ്ണെന്തിനാ നിറഞ്ഞേ? വെറുതെ അതും ഇതും പറഞ്ഞു നിൽക്കാതെ അതെന്തിനാണെന്ന് പറയാൻ നോക്ക്. കാശിക്ക് വീണ്ടും സംശയം. അത് ഒന്നുമില്ല കാശിയേട്ടാ, എനിക്ക് വെറുതെ സങ്കടം വന്നു. പറയുമ്പോഴും അവളുടെ മുഖം കവിളുമൊക്കെ ചുവന്നു വരുന്നുണ്ട്. നീ പറയുന്നുണ്ടോ? അതോ? തങ്ങൾ നിൽക്കുന്നിടത്ത് കൈ കഴുകാനായിട്ട് ഒത്തിരി പേര് വരുന്ന കണ്ടതും അവളെയും കൊണ്ട് അല്പം മാറി നിന്നുകൊണ്ട് തുമ്പിയെ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് അല്പം ദേഷ്യത്തിൽ ചോദിച്ചു അവൻ. ഇത് കണ്ടോ? അപ്പം മനസ്സിലാകും. മുഖം വീർപ്പിച്ചുകൊണ്ട് കണ്ണ് നിറച്ച് അവന് നേരെ ഫോൺ നീട്ടി പറഞ്ഞു കേട്ടതും കാശി സംശയത്തോടെ അവളെ നോക്കി. പിന്നെ അതേ സംശയത്തോടെ തന്നെ ആ ഫോൺ വാങ്ങി നോക്കി. അതിലെ വീഡിയോ കാണുമ്പോൾ അവൻ്റെ കണ്ണുകൾ കുറുകുകയും ദേഷ്യത്തിൽ മുഖം വലിഞ്ഞു മുറുകുന്ന കണ്ടിട്ടും തുമ്പിയുടെ മുഖം ചെറുതായി നിന്ന് തെളിഞ്ഞു. കാശി ഫോൺ അമർത്തി പിടിച്ചുകൊണ്ട് നെറ്റിലൊന്ന് വിരൽ അമർത്തി പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. പിന്നെ തൻ്റെ മുഖത്തേക്ക് ഉറ്റി നോക്കി നിൽക്കുന്ന തുമ്പിയെ കണ്ട് അവനൊരു ദീർഘശ്വാസം എടുത്തു. നിനക്കിപ്പോൾ എന്താ? ഇത് കണ്ടിട്ട് ഇങ്ങനെ കണ്ണു നിറയ്ക്കാൻ? അവൾ എന്തെങ്കിലും ചെയ്യട്ടെ, അല്ലാതെ അവൾക്ക് പിന്നാലെ പോകാനും നമുക്ക് പറ്റില്ലല്ലോ. കാശി അവളെ സമാധാനിപ്പിക്കാൻ എന്നോണം പറഞ്ഞു. എന്നാലും കാശിയേട്ടാ, എനിക്കത് കണ്ടിട്ട് സഹിക്കുന്നില്ല. ചുണ്ടു പുറത്തേക്കൊന്തി സങ്കടത്തോടെ പറയുന്നവളെ ഏറിയ പ്രണയത്തോടെ കാശി തന്നിലേക്ക് അടക്കി പിടിച്ചു. പിന്നെ അതേ സ്നേഹത്തോടെ തന്നെ അവളെ നെറ്റിയിലൊന്ന് അമർത്തി ചുംബിച്ചു. അത് മനസ്സിൽ വെച്ചേക്കണ്ട, വീട്ടിൽ കളഞ്ഞേക്ക്. അല്ലെങ്കിൽ നമുക്ക് അവിടെ പോയിട്ട് അവൾക്കുള്ളത് കൈയോട് കൊടുക്കാം, പോരെ? കാശി പറഞ്ഞു കേട്ടത് മൂക്ക് വലിച്ചുകൊണ്ട് അവൾ തല കുലുക്കി. പിന്നെ ഒരു സംശയത്തോടെ അവനെ നോക്കി. എന്തേ? അവളുടെ നീലക്കണ്ണിന് താഴെ പതിയെ തൻ്റെ പെരുവിരൽ കൊണ്ട് തഴുകി കാശി പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു കേട്ടതും തുമ്പി അവൻ്റെ നെഞ്ചിലേക്ക് തന്നെ ചാഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അല്ല, ആ മീര കാശിയുടെ ഫോട്ടോ ടാറ്റു ചെയ്തില്ലേ? അപ്പോൾ അവളോട് ഒത്തിരി ഇഷ്ടം തോന്നുന്നില്ലേ? തുമ്പി പറഞ്ഞു കേട്ടതും അവളെ തന്നിൽ നിന്ന് മടർത്തി മാറ്റിക്കൊണ്ട് കാശി അവളെ കൂർപ്പിച്ചു നോക്കി. നിനക്കിനി എൻ്റെ കയ്യിൽ നിന്ന് തല്ലുകൂടെ വേണം തുഷാര. കാശിയുടെ ഗൗരവം നിറഞ്ഞ ഭാവം കണ്ടതും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവനെ വിട്ടു നീങ്ങി നിന്നു. വെറുതെ ആവശ്യമില്ലാതെ വലതും പറഞ്ഞാൽ തൂക്കിയെടുത്ത് നിന്നെ താഴെയടിക്കും ഞാൻ. മര്യാദയ്ക്ക് വന്നു എൻ്റെ കൂടെ. അവരൊക്കെ കഴിച്ചിട്ട് കാറിൽ കയറി ഇരിപ്പുണ്ട്. കാശി അവളുമായി മുന്നോട്ട് നടന്നുകൊണ്ട് പറഞ്ഞതും തുമ്പി അവനെ വിട്ടു നടക്കാൻ നോക്കി. പക്ഷെ ഒരു ഗൗരവത്തിൽ അവൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് നടന്നതേയുള്ളൂ. ഇത്രയ്ക്ക് വേണമായിരുന്നോ മീര? ഇതല്പം കൂടിപ്പോയി. അച്ഛനെന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. മുന്നിൽ നിന്നും കണ്ണാടിയിലൂടെ തന്നെ നെഞ്ചിൽ കുത്തിയ ടാറ്റ് നോക്കി ചിരിയോടെ നിൽക്കുന്നവളെ കാണേ അല്പം അമർഷത്തിൽ ചോദിച്ചു മാധവ്. എന്തുകൂടി പോയി? ഒന്നുമില്ല. അങ്ങനെ നിന്റെ അച്ഛന് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. കാലിന് ഒരു പൊട്ടൽ. ചിലപ്പോൾ ഈ കാരണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും അവിടേക്ക് തന്നെ പോകേണ്ടി വന്നാലോ? അത് നല്ലതല്ലേ? നെഞ്ചിൽ കിടന്ന് സാരിത്തുമ്പ് പിടിച്ച് നേരെയിട്ടുകൊണ്ട് മീര മാധവിന് നേരെ തിരിഞ്ഞു. ഏട്ടൻ അവിടെ നമ്മളെ കയറ്റില്ലെങ്കിലോ? മാധവിന് ദേഷ്യം അപ്പോഴും മാറിയില്ല. അതൊന്നും എൻ്റെ വിഷയമല്ല മാധവ്. എനിക്ക് എങ്ങനെയെങ്കിലും കാശിയുടെ ജീവിതത്തിൽ വീണ്ടും പോയാൽ മതി. അതിന് അവിടെ കയറാൻ പറ്റിയില്ലെങ്കിൽ ഓഫീസിലെങ്കിലും ഞാൻ വീണ്ടും കയറി പറ്റും. ആത്മവിശ്വാസത്തോടെ അവൾ പറഞ്ഞതും മാധവ ദേഷ്യത്തിൽ മുഖം തിരിച്ചു. മീര കാശിയുടെ കൂടെ പോകുന്നത് അവനൊരു വിഷയമേ അല്ല. പക്ഷെ തുമ്പി, അതവനൊരു വിഷയമാണ്. അവളെ തനിക്ക് വേണം. അതെന്തായാലും നേരെയ മാർഗത്തിൽ നടക്കില്ലെന്ന് അവനറിയാം. ഈ കിടപ്പിലൊന്നും ചെയ്യാനും വയ്യ. അപ്പം മീര എന്ത് ചെയ്താലും കൂടെ നിൽക്കണം. മാധവ് കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നു. ഇതെന്താ കാശിയേട്ടാ, നമ്മൾ ഹോസ്പിറ്റൽ? കാശിയുടെ കാർ ഒരു ഹോസ്പിറ്റലിന് മുന്നിൽ വന്നു നിന്നതും തുമ്പി അവനെ സംശയത്തോടെ നോക്കി. വീട്ടിലെത്തി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ട് ഇറങ്ങിയതാണ്. അമ്മായിയും പാറവും വരുന്നില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നുള്ളത് അഫിയും ചൈത്തുവും തുമ്പിയുമാണ്. അവരെയും കുട്ടിയാണ് കാശി അവിടേക്ക് പോയത്. അച്ഛനൊന്ന് വീണെന്ന്. അയ്യോ, അച്ഛൻ എന്തു പറ്റി കാശിയേട്ടാ? കാശി പറഞ്ഞതും ചൈതു ഞെട്ടലോട് ചോദിച്ചു. കുഴപ്പമൊന്നുമില്ല ചൈതു, ചെറിയൊരു പൊട്ടലുണ്ട് കാലിനും. വരുന്ന വഴിയാ നീരജ് വിളിച്ചു പറഞ്ഞത്. കാശി പറഞ്ഞതും അഫി രണ്ടാളെയും മാറി മാറി നോക്കി. നീ വാ തുമ്പി.
ആങ്ങളെയും പെങ്ങളും കൂടെ കരഞ്ഞു വിളിച്ച് നടക്കട്ടെ. നമുക്കിങ്ങനെ സന്തോഷത്തോടെ എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞ് നടക്കാം. ചൈത്തുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുന്ന കാശിയെ നോക്കി അഫി പറഞ്ഞതും തുമ്പിയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഓക്കെ. അത് കേൾക്കേണ്ട താമസം തുമ്പി അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് തോളിൽ പിടിച്ച് മുന്നോട്ട് നടന്നു. അഫിയുടെ അത്രയും പൊക്കമില്ലാത്തത് കൊണ്ട് അവൻ്റെ കഴുത്ത് നല്ല രീതിയിൽ കുനിഞ്ഞാണ് ഇരിക്കുന്നത്. മോളി പിടിയൊന്ന് വിടോ, എൻ്റെ കഴുത്തിൽ പൊടിയും. അഫി പറഞ്ഞ കേട്ടതും നന്നായി ചിരിച്ചുകൊണ്ട് അവൾ അവൻ്റെ കഴുത്തിൽ നിന്നും ആ കൈയങ്ങെടുത്ത് മാറ്റി. തൽക്കാലം ഞാനിട്ടോളാം പോരെ. അഫി പറഞ്ഞുകൊണ്ട് അവൾ കഴുത്തിലൂടെ കൈയിട്ടുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി. അതിന് ചിരിയോടെ തല കുലുക്കി അഫിയുടെ ഒപ്പം നടക്കുന്നുണ്ട് തുമ്പി. ചൈത്തുമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും കാശി അവളെ നിന്ന് തിരിഞ്ഞു നോക്കി. അഫിയുടെ ഒപ്പം അവൾ ചിരിയോടെ സംസാരിച്ചു വരുന്ന കണ്ടതും കാശി വാസുദേവനെ കിടത്തിയ റൂം നമ്പർ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. മോനെ കാശി. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും സംസാരിച്ചു കൊണ്ടിരുന്ന വാസുദേവനും രാധയും നീരജും പൂജയും ഒക്കെ തിരിഞ്ഞു നോക്കി. കാശി അവിടെ കണ്ട വാസുദേവൻ നിറഞ്ഞ കണ്ണോടെ വിളിച്ചു. എങ്ങനെയുണ്ടച്ചാ? കാശി അയാളുടെ അരികിൽ ബെഡിലായിട്ടിരുന്നു കൊണ്ട് ആ കയ്യിലൊന്ന് പിടിച്ചു. അച്ഛാ. ചൈത്തുവാണെങ്കിൽ അയാളെ പ്ലാസ്റ്റർ ഇട്ട കല്ല് നോക്കി നിറഞ്ഞ കണ്ണോടെ വിളിച്ചു. അച്ഛന് കുഴപ്പമൊന്നുമില്ല മോളെ. നിങ്ങളെ കാണാതെ ഞാനങ്ങ് പോകുമെന്ന് കരുതി. പക്ഷെ ദൈവം കൂടെ ഉണ്ട്. വാസുദേവൻ ചൈത്തുവിൻ്റെയും കാശിയുടെയും കയ്യിൽ ഒരുമിച്ച് പിടിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണോടെ പറഞ്ഞു. ഒരു കാലേ ഒഴിഞ്ഞുള്ളൂ അല്ലേ? അത് കഷ്ടായി. തുമ്പിയുടെ സംസാരം കേട്ടതും വാസുദേവൻ അവളെ ദേഷ്യത്തിലൊന്ന് നോക്കി. അല്ല, ഒരു കാലല്ലേ ഒടിഞ്ഞുള്ളൂ. എന്തെങ്കിലും കഷ്ടായി അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ അച്ഛൻ ഇങ്ങനെ മാനം നോക്കി കിടക്കുന്നത് കണ്ട് സന്തോഷം തോന്നി പറഞ്ഞതല്ല ഞാൻ. തുമ്പി നിഷ്കളങ്കത വാരി വിതറിക്കൊണ്ട് പറഞ്ഞു കേട്ടതും അഫി ചിരി കടിച്ച് പിടിച്ചുകൊണ്ട് അവളെ നോക്കി. കാശി കണ്ണുരുട്ടിക്കൊണ്ടും. നിങ്ങളെല്ലാവരും ഇവിടെ വരെ ബുദ്ധിമുട്ടി വരണ്ടായിരുന്നു. വാസുദേവൻ തുമ്പിയൊന്ന് കടുപ്പത്തിൽ നോക്കിക്കൊണ്ട് കാശി നോക്കി പറഞ്ഞു. ഞാൻ അറിഞ്ഞില്ല അച്ഛാ ഇങ്ങോട്ടാണെന്ന്. അല്ലെങ്കിൽ തന്നെ ഒരു കാലൊടിഞ്ഞതല്ലേ ഉള്ളൂ. ഇതിപ്പോൾ 2 കാലും കൈയുമൊക്കെ ആണെങ്കിലല്ലേ വയ്യെന്നൊക്കെ പറയുന്നതിന് ഒരു ഗുമ്മുള്ളൂ. തുമ്പി പറഞ്ഞു കേട്ടതും അഫി ചിരിയോടെ അവളെ അടക്കി പിടിച്ചുകൊണ്ട് നീരജിനെ ഒന്ന് നോക്കി. അവനും തുമ്പിയുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ ഇരിക്കുവാണ്. പൂജ പക്ഷേ ആരുടെയും മുഖത്ത് നോക്കാതെ ഒരിടത്ത് മാറിയിരിക്കുവാണ്. തുഷാര. തുമ്പിയെ നോക്കി അല്പം കടുപ്പത്തിൽ വിളിച്ചു കാശി. ഓ എന്താ കാശിയേട്ടാ? അഫിയുടെ അടുത്ത് നിന്ന് കൊണ്ട് തന്നെ അവൾ കാശിക്ക് നിര തിരിഞ്ഞു. അവളുടെ മുഖത്ത് നോക്കിയെന്നും കടുപ്പത്തിൽ പറയാൻ പറ്റാതെ അവൻ പല്ല് കടിച്ചുകൊണ്ട് തൻ്റെ മുഖം തിരിച്ചു. കുഴപ്പമൊന്നുമില്ല മോനെ. 2 ദിവസം കഴിഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞത്. വാസുദേവൻ പറഞ്ഞു കേട്ടതും കാശിയൊന്നും മോളി. വീട്ടിൽ പിന്നെ മാധവനും വയ്യാണ്ടിരിക്കുവല്ലേ. ഇപ്പോഴേ എനിക്കും ഇങ്ങനെയായി. ഇനിയിപ്പോൾ രാധയ്ക്ക് ജോലി കൂടും. വാസുദേവൻ വിഷമത്തോടെ പറഞ്ഞു. സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ പങ്കാളിയാകണം ഭാര്യമാർ. ഇതിപ്പോൾ അച്ഛനും ബാക്കിയുള്ളവരും ഞങ്ങളുടെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നാൽ പിന്നെ അച്ഛന് 2ാം ഭാര്യ പണം ഇല്ലാതെ ആയപ്പോൾ അച്ഛനെ നോക്കത്തില്ല എന്ന് അച്ഛന് ഉറപ്പുള്ളതുകൊണ്ട് എന്നും വരില്ലേ. വാസുദേവൻ പറഞ്ഞു കേട്ടതും തുമ്പി വേഗം മുന്നിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അതിന് ഞാൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞോ? എൻ്റെ തീരുമാനത്തിൽ ഇപ്പോഴും മാറ്റില്ല. നീയുള്ള വീട്ടിലേക്ക് ഞാൻ വരില്ല. തുമ്പിയെ നോക്കി കടുപ്പത്തിൽ പറഞ്ഞുകൊണ്ട് അയാളൊരു ദീർഘശ്വാസം എടുത്തു. അയ്യോ ആണോ അച്ഛാ? ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ അച്ഛൻ വരണ്ട. ഞങ്ങളെല്ലാം അവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞോളാം. തുമ്പി അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തൻ്റെ താടിയിൽ കൈ വെച്ചുകൊണ്ട് അങ്ങനെ നിന്നു. തുഷാര. ഇല്ല കാശിയേട്ടാ, ഞാനൊന്നും പറയുന്നില്ല. കാശിയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അത്രയും പറഞ്ഞുകൊണ്ട് അവൾ പുറകിലേക്ക് നീങ്ങി അഫിയുടെ അടുത്തായി നിന്നു. കാശിയും ചൈത്തുവും വാസുദേവനോട് സംസാരിക്കുമ്പോൾ തുമ്പിയും അഫിയും അവിടെ മൊത്തം നോക്കിക്കാണുന്ന തിരക്കിലായിരുന്നു. കൂടെ നീരജിനോട് സംസാരിക്കുന്നുമുണ്ട്. നിങ്ങൾ ക്ഷീണിച്ചു വന്നതല്ലേ? മോൻ പൊയ്ക്കോ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. കാശിയുടെ യാത്രാക്ഷീണം നിറഞ്ഞു നിൽക്കുന്ന മുഖത്ത് നോക്കി വാസുദേവൻ പറഞ്ഞതും അവനൊന്ന് തല കുലുക്കിക്കൊണ്ട് എഴുന്നേറ്റു. നല്ല ക്ഷീണമുണ്ട് അച്ഛാ. ഞാനും അഫിയും മാറി മാറി ഡ്രൈവ് ചെയ്ത് വന്നതല്ലേ. കൂടാതെ ചൈത്തുവിനും ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. കാശി പറഞ്ഞു കേട്ടതും അയാൾ നിർവികാരമായി ഇന്ന് തലകുലുക്കി. എങ്കിലും അവൻ കൂടെ ചെല്ലാൻ നമ്മളോട് പറഞ്ഞില്ലല്ലോ. അപ്പം അത്രയുള്ളൂ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളോടുള്ള സ്നേഹം. എല്ലാവരും പോന്ന് നോക്കിയിരുന്ന വാസുദേവനെ നോക്കി അമർഷത്തിൽ രാധ പറഞ്ഞു. സത്യത്തിൽ കാശി അങ്ങനെയൊന്നും പറയുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. അവൻ എത്ര നിർബന്ധിച്ചാണെങ്കിലും അവൻ താമസിക്കുന്ന സ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകുമെന്ന് ഞാൻ വിചാരിച്ചു. രാധ താടിയിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു കേട്ടതും വാസുദേവൻ ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചുകൊണ്ട് അങ്ങനെ കിടന്നു. ഞാൻ കരുതി കാശിയേട്ടൻ അച്ഛനെ ഇവിടേക്ക് കൊണ്ടുവരുമെന്ന്. എല്ലാവരും വീട്ടിലെത്തി അമ്മായിയെ എല്ലാം കണ്ട് സംസാരിച്ച റൂമിലേക്ക് വന്നതും ഫ്രഷ് ആകാൻ പോകുന്ന കാശിയെ നോക്കി തുമ്പി അതിശയത്തിൽ പറഞ്ഞു. കൊണ്ടുവരാൻ തോന്നിയില്ല. നീ പണ്ട് പറഞ്ഞതുപോലെ ഭാര്യയും 2 മക്കളും ഉള്ളതല്ലേ. ഇത്തിരി അവർ നോക്കട്ടെ. സ്നേഹമുള്ള ഭാര്യയാണല്ലോ. തുമ്പിയുടെ മൂക്കിൽ പിടിച്ചുകൊണ്ട് കാശി ബാത്റൂമിൽ കയറിയത് കാണി അവൾ അവനെ അമ്പരപ്പോടെ നോക്കി.
കിടക്കുന്നില്ലേ? സമയം എത്രയെന്ന് കണ്ടോ? പോയി ഫ്രഷ് ആയിട്ട് വന്നേ. ബെഡിൽ ആലോചനയുടെ ഇരിക്കുന്ന തുമ്പിയെ കാണി മുഖം ടവൽ തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞതും ഒന്ന് തലകുലുക്കി അവൾ ഫ്രഷ് ആകാൻ കയറി. തുമ്പി ഇറങ്ങുമ്പോൾ കാശി കിടന്നിരുന്നു. എങ്കിലും അങ്ങനെ വരാൻ വഴിയില്ലല്ലോ കാശിയേട്ടാ. എന്നാൽ പിന്നെ അവിടെ ഉറങ്ങാതെ കിടന്നാലോചിച്ചു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. അവൻ്റെ ഒപ്പം കയറി കിടന്നുകൊണ്ട് കാശിയുടെ നെഞ്ചിൽ താടി കുത്തി തുമ്പി പറഞ്ഞ് കിടന്നും കാശി ഒരു ഇളം ചിരിയോടെ അവളെ അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞ് കണ്ണടച്ചു. എന്നാൽ ഞാനും ഉറങ്ങുക, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. അവൻ്റെ നെഞ്ചിൻ ചൂടിൽ പറ്റിച്ചേർന്ന് കിടന്നുകൊണ്ട് ഒന്ന് കുറുകി അവൾ പറഞ്ഞു കിടന്നും തുമ്പിയുടെ മുതുകിൽ സ്നേഹത്തോടെ അവൻ മെല്ലെ തട്ടിക്കൊടുത്തു. അതിൻ്റെ ഫലമായി തുമ്പി പെട്ടെന്ന് തന്നെ കണ്ണുകൾ അടച്ചു. കാല് വയ്യാതിരിക്കുന്ന വാസുദേവനെ ഓർത്ത് കാശിക്ക് വിഷമമുണ്ടെങ്കിലും തുമ്പി പറഞ്ഞതുപോലെ ഒരു കഷ്ടത്തിലും കൂടെ വേണമല്ലോ ഭാര്യമാർ. അപ്പോൾ രാധ അയാളെ നോക്കട്ടെ എന്ന് അവനും കരുതി. അല്ലായിരുന്നുവെങ്കിൽ അയാളെ നിർബന്ധിച്ച് വീട്ടിൽ കൊണ്ടുവരാൻ അവനും അധികം താമസമൊന്നുമില്ല. ആലോചന മേരിലെത്തിയുന്നതും കാശി അമർഷത്തോടെ പല്ല് കടിച്ചിരുന്നു. കൂടാതെ തുമ്പിയെ കൂടുതൽ തന്നിലേക്ക് അടക്കി പിടിക്കാനും അവൻ മറന്നില്ല.